ഹലോ എവരിവൺ, ഞാൻ അരുൺ, ഒരു ഡിസ്പാച്ചറാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എങ്ങനെ ഒരു ഡിസ്പാച്ചർ ആകാം എന്നുള്ളതിനെക്കുറിച്ച്. വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്ന് ലഭിച്ചത്. ഡ്രൈവിങ്ങിൽ നിന്ന് തന്നെ ഒരു കരിയർ ഷിഫ്റ്റ് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോൾ സംസാരിച്ചതിൽ നിന്നും പലർക്കും ഉണ്ടായ കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ആ ഡൗട്ട്സിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊന്ന് പബ്ലിക്കായിട്ട് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ട്രക്ക് വേണോ എന്നുള്ളതാണ്. വേണ്ട. ഒരു ഡിസ്പാച്ചർ ആകണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ട്രക്കിൻ്റെ ആവശ്യമില്ല. 3 രീതികളിൽ നമുക്ക് ഡിസ്പാച്ചറായിട്ട് വർക്ക് ചെയ്യാം. ഒന്ന്, ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസ്പാച്ചറായിട്ട് വർക്ക് ചെയ്യാം. അതായത് അതോറിറ്റി ഉള്ള ട്രക്കുള്ള കമ്പനികൾക്ക് വേണ്ടി ഒരു കോൺട്രാക്ട് ബേസിൽ പെർസെൻറ്റേജ് വൈസ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു സമയത്ത് നമുക്ക് സ്വന്തമായിട്ട് ട്രക്കിൻ്റെ ആവശ്യം ഇല്ല. 2 എന്ന് പറയുന്നത്, ഒരു ഓണർ ഓപ്പറേറ്റർ ആണെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് അറിയാനും സ്വന്തമായി ലോഡ് ബുക്ക് ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ ഒരു ഡിസ്പാച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഒരു കാരിയറായിട്ട് പെർമിറ്റൊക്കെ എടുത്തതിന് ശേഷം വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ട്രക്കിൻ്റെ ആവശ്യം ഉണ്ടാകും. 3-മതെന്ന് പറയുന്നത്, ഒരു ഡിസ്പാച്ചറായിട്ട് ജോലി ചെയ്യാം. ഇപ്പം മെഗാ കാരിയേഴ്സ് ആയിക്കോട്ടെ, സ്മോൾ കാരിയേഴ്സ് ആയിക്കോട്ടെ, എല്ലാ കമ്പനികളിലും ഡിസ്പാച്ചേഴ്സിന് ആവശ്യമാണ്. അപ്പോൾ ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്ഷനാണ് നോക്കുന്നതെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഒരു ഡിസ്പാച്ചറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അടുത്തതായിട്ട് കോമൺ ആയിട്ട് വന്നൊരു ഡൗട്ട് എന്ന് പറയുന്നത്, ഒരു ഡിസ്പാച്ചറിന് ലൈസൻസ് ആവശ്യമാണോ എന്നുള്ളതാണ്. ഡിസ്പാച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതിന് ലൈസൻസ് ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. ആ കോഴ്സ് കംപ്ലീഷനിൽ നമ്മൾ ഒരു സർട്ടിഫിക്കറ്റും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് ഉണ്ട്. അല്ലാതെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ലൈസൻസ്, ഇപ്പോൾ ഒരു കാരിയറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈസൻസ് പെർമിറ്റ്സ് എല്ലാം വേണം, അവർക്ക് ട്രക്ക് ഉള്ളതുകൊണ്ട്. ഒരു ഫ്രൈറ്റ് ബ്രോക്കറിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ലൈസൻസും പെർമിറ്റ്സും ആവശ്യമായിട്ടുണ്ട്. പക്ഷേ ഒരു ഡിസ്പാച്ചർ ആവാൻ നിങ്ങൾക്ക് ലൈസൻസിൻ്റെ ആവശ്യം ഇല്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതിന് നമുക്ക് നമ്മളുടെ സ്കില്ല് മാത്രം ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി. അടുത്ത ഒരു ഡൗട്ട് വന്നതെന്ന് വെച്ചാൽ, നമുക്ക് കാനഡയിൽ ഇരുന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യണോ അല്ലെങ്കിൽ US ഇരുന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യണോ, അങ്ങനെയുള്ളതാണ്. ഒരു ലാൻഡ് ബൗണ്ടറി ഇല്ല. ഇതൊരു സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒരു റിലയബിൾ ഇൻ്റർനെറ്റ് കണക്ഷൻ, പിന്നെ അതുപോലെ തന്നെ 1-2 സോഫ്റ്റ്വെയർസ്, അതായത് ലോഡ് ബോർഡ് പോലെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് വേണമെങ്കിലും ഡിസ്പാച്ച് ചെയ്യാം. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസ്പാച്ച് ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ തന്നെ വലിയ കമ്പനികളുടെ ഡിസ്പാച്ചേഴ്സ് ആണെങ്കിലും ഇന്ന് ഒരുപാട് പേര് ഇന്ത്യയിലിരുന്ന് വർക്ക് ചെയ്യുന്നവരുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് US കാരിയേഴ്സുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റും. കാരണം ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസ്പാച്ചർ ആണ് എങ്കിൽ നിങ്ങൾക്ക് US കാരിയേഴ്സുമായിട്ട് വർക്ക് ചെയ്ത് ഇൻഡർസ്റ്റേറ്റ് ലോഡുകൾ ബുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഒരു കനേഡിയൻ കാരിയർ കമ്പനി ആണെങ്കിൽ, സ്വന്തമായ ഒരു ട്രക്കുള്ള ഒരു കമ്പനി ആണെങ്കിൽ ഇൻഡർസ്റ്റേറ്റ് ലോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നത് ഇല്ലീഗലാണ്. പക്ഷേ ഒരു ഡിസ്പാച്ചർ ആണ് എങ്കിൽ കാനഡയിൽ ഇരുന്നാണെങ്കിൽ പോലും US കാരിയേഴ്സുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഈ ലോഡുകൾ ഇൻഡർസ്റ്റേറ്റ് എടുക്കാനായിട്ട് പറ്റും. അതിൽ ലീഗൽ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. ഡിസ്പാച്ചിങ്ങിനെ കുറിച്ചും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും നമ്മുടെ ആളുകൾക്കിടയിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനൊരു ഡിസ്പാച്ച് ട്രെയിനിങ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഒരു 2 ദിവസം ഡ്യൂറേഷനുള്ള ലൈവ് ഇൻ്ററാക്റ്റീവ് സെഷനാണ്. ബേസിക്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഡിസ്പാച്ചർ ആകാനുള്ള എല്ലാ ടൂൾസിനെ കുറിച്ചും ഇൻ ഡെപ്ത് പഠിപ്പിക്കുകയും അതുപോലെ ലോഡ് ബോർഡ് ട്രെയിനിങ്, ബ്രോക്കേഴ്സുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ടാകുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഡിസ്പാച്ച് ട്രെയിനിങ് കോഴ്സിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ബോർഡർ ക്രോസിങ്ങിനെ കുറിച്ച് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, എങ്ങനെയാണ് മാനിഫെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഒരു മൊഡ്യൂളായിട്ട് തന്നെ ഈ കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. ഐ എം വെരി ഹാപ്പി ടു സേ ഒരുപാട് പേര് നമ്മളുടെ ഡിസ്പാച്ച് കോഴ്സിനെ കുറിച്ച് അറിഞ്ഞ് ജോയിൻ ചെയ്യുകയും അവരുടെ ഡിസ്പാച്ച് ജോബ് അല്ലെങ്കിൽ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെർമിറ്റ്സ് ഉള്ള ട്രക്കിംഗ് കമ്പനീസ്, കാരിയേഴ്സ് പോലും അവർക്ക് ഡിസ്പാച്ചിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ക്ലാസ് കഴിഞ്ഞതിന് ശേഷവും റിയൽ വേൾഡിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പോസ്റ്റ് ട്രെയിനിങ് കൺസൾട്ടേഷനും ഫ്രീ ആയിട്ട് തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ്. കാനഡയിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഡിസ്പാച്ച് ട്രെയിനിങ് കോഴ്സിന് ഇൻട്രസ്റ്റ് ഫ്രീ ഇൻസ്റ്റാൾമെൻറ്റ് പ്ലാൻസ് നമ്മുടെ ഡിസ്പാച്ച് കോഴ്സിലൂടെ അവൈലബിൾ ആകുന്നുണ്ട്.
ഡിസ്പാച്ചിങ്ങിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഈ പേയ്മെൻറ്റ് പ്ലാൻ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ ഡെമോ ക്ലാസ് അവൈലബിൾ ആണ്. ഈ കോഴ്സിൻ്റെ റെഗുലർ പ്രൈസ് എന്ന് പറയുന്നത് $699 ആണ്. സെപ്റ്റംബർ 27, 28 എന്നീ ദിവസങ്ങളിലേക്ക് എൻറോൾ ചെയ്യുന്ന ആളുകൾക്ക് മാത്രം ഈ കോഴ്സ് $499 അവൈലബിൾ ആയിട്ട് ഉണ്ടാകും, അലോങ് വിത്ത് ദിസ് പേയ്മെൻറ്റ് പ്ലാൻ. ഡിസ്പാച്ചിങ്ങിനെ കുറിച്ച് സീരിയസ് ആയിട്ട് പഠിക്കാനും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അറിയാനും താല്പര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.